ആ കൊച്ചു പിള്ളേർ തന്നെ പൊളി കേട്ടോ. ഒരു ഭയങ്കര ഡാൻസ്. ഈ ഒരു പ്രായത്തിലെ പിള്ളേരൊക്കെ എല്ലാം നല്ല സ്റ്റെപ്പ് അടിപൊളിയായിട്ട് കളിക്കുന്നു, കണ്ടില്ലേ? കിടുക്കാച്ചി. നമ്മളിപ്പം നിൽക്കുന്നത് കോട്ടുവങ്കോണം വിഷ്ണു ക്ഷേത്രത്തിലാണ്. അവിടെ ഇപ്പം ഉത്സവമൊക്കെ തുടങ്ങി. ഈ കൈകൊട്ടിക്കളി തീർന്നവരുടെ ഗാനമേളയുണ്ട്, അവരാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവരെ ഇൻ്റർവെൽ ടൈമായി. ഇപ്പം ഒരു പാട്ടും കൂടിയേ ഉള്ളൂ. അപ്പം കൊടിയേറ്റിന് മുമ്പേ പ്രോഗ്രാം തീർക്കാനുള്ള ഒരുക്കത്തിലാണ്. ഒരു വെള്ളമൊക്കെ കുടിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. നല്ലൊരു ജനമുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. ഇച്ചിരി ഒരു ആൾത്തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡാൻസും കൂടി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം തീരും. അപ്പം ലാസ്റ്റ് ഡാൻസാണ് കൈകൊട്ടിക്കളിയിൽ. ഉണ്ടല്ലേ സംഭവം? ഒരു വെറൈറ്റി ആയിട്ട് കളിച്ച് എനിക്ക് സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടു. ഇന്ന് കൈകൊട്ടിക്കളിയും കാര്യങ്ങളുമൊക്കെ. ഇപ്പം നമ്മുടെ കോട്ടുവങ്കോണം ക്ഷേത്രത്തിലാണ്, കോട്ടുവങ്കോണം വിഷ്ണു ക്ഷേത്രത്തിൽ. ഇവിടെ കണ്ടോ ഈ ഒരു കപ്പലണ്ടി വിൽക്കുന്ന ചേട്ടന്? ഇത് എപ്പോൾ കണ്ടാലും നമുക്കൊരു നൊസ്റ്റാൾജിയാണ്. പണ്ട് തൊട്ടേ ഈ ഒരു കപ്പലണ്ടി കച്ചവടം ഇതുമൊക്കെ ഉണ്ടല്ലോ ഉത്സവപ്പറമ്പിൽ. ലൈറ്റൊക്കെ ഇപ്പോഴേ ഇട്ടു കേട്ടോ, സെറ്റ്. ഇനി വേറൊന്നുമില്ല, നമുക്ക് എല്ലാം മറന്ന് നല്ലൊരു കൈകൊട്ടി കളിയങ്ങ് കാണാം അല്ലേ? എല്ലാ സജ്ജനങ്ങളും തൃക്കോടിയേറ്റ് ചടങ്ങിൽ പങ്കെടുക്കുവാൻ അറിയിക്കുന്നു. തൃക്കോടിയേറ്റ് സമർപ്പണം കഴിഞ്ഞാലുടൻ ദീപാരാധന, കൈവിളക്ക്, ശ്രീഭൂതബലി, ഭഗവതി സേവ, അത്താഴ പൂജ എന്നിവ ഉണ്ടായിരിക്കും. അടുത്ത ഒരു ഗാനത്തോടുകൂടി ടീം കൈത്താളം പരവൂർ അവതരിപ്പിക്കുന്ന കൈകൊട്ടുകളി ഇവിടെ സമാപിക്കും. അടുത്ത ഒരു ഗാനത്തോടുകൂടി ടീം കൈത്താളം പരവൂർ സമാപിക്കും.
അങ്ങനെ നമ്മുടെ കൈകൊട്ടിക്കളി തീർന്നിരിക്കുകയാണ്. കുട്ടികളൊക്കെ ദാഹിച്ച് വളരെ നല്ല രീതിയിൽ മനോഹരമായി ഇവിടെ ഒരു കൈകൊട്ടിക്കളി അവതരിപ്പിച്ച ടീം കൈത്താളം പരവൂരിലെ എല്ലാ കൊച്ചുകുട്ടികൾക്കും ക്ഷേത്രഭരണസമിതിയുടെ നന്ദി അറിയിക്കുന്നു. വളരെ നല്ല രീതിയിൽ മനോഹരമായി ആരംഭിച്ച ടീം കൈത്താളം പരവൂരിലെ എല്ലാവർക്കും ക്ഷേത്രഭരണസമിതിയുടെ നന്ദി അറിയിക്കുന്നു. തൃക്കോടിയേറ്റ് സമർപ്പണത്തിൽ നിറപറ സമർപ്പണം ആരംഭിക്കും. അവതാര പൂജ